അവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമുക്കിഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ മഹേഷിൻ്റെ വീടാണ് കാണിക്കുന്നത്. മഹേഷിൻ്റെ വീട്ടിൽ മഹേഷ് മാത്രമല്ല ബാക്കി എല്ലാവരും ഇരുന്നിങ്ങനെ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ രാമൻ ഇങ്ങനെ കഴിഞ്ഞ കഥകളൊക്കെ പറയുകയാണ്. ഇഷിതയെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഒന്നും അറിയാതെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, നിങ്ങൾ അമ്മയും മോളും അത് കേട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെ ഇഷിതയെ സപ്പോർട്ട് ചെയ്ത് രാമൻ പറയുന്നു. കൈലാസും അങ്ങനെ സപ്പോർട്ട് ചെയ്തൊക്കെ പറയുകയാണ്. എന്നിട്ട് രാമൻ സോറിയൊക്കെ പറയും. അപ്പോൾ ഇഷിത പറയും, എന്തിനാ അച്ഛൻ സോറി പറയുന്നത്, എനിക്കിത് ശീലമാണല്ലോ, അല്ലെങ്കിലും എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ, കയറി വന്നവളുടെ കുഴപ്പമാണെന്ന് എല്ലാവരും പറയുള്ളൂ എന്ന രീതിയിൽ അങ്ങനെ ഇഷിത പറയുകയാണ്. അങ്ങനെ ഇഷിത അവിടെ നിന്ന് എന്നിട്ട് അന്നേരം നമ്മുടെ മഞ്ജുമയും സ്വപ്നവലി അടുത്തൊരു ട്രിക്കും കൂടി എടുത്തിടുകയാണ്. വിനോദിൻ്റെ കല്യാണം നടത്താം, പക്ഷേ അത് സുചിത്രയായിട്ടുള്ള വേറെ ആരെങ്കിലും കണ്ടെത്തണം എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ഇഷിതയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും രാമൻ. അപ്പം ഇഷിത പറയും, ഞാൻ ആരെയും പിന്തിരിപ്പിക്കാനും ഇല്ല, ആരെയും കഴിപ്പിക്കാനും ഇല്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങ് പോവുകയാണ്. പിന്നീട് നമ്മുടെ മഹേഷ് ആണെങ്കിൽ അപ്പോൾ ഇഷിതയ്ക്കൊരു കോള് വരുന്നുണ്ട്. ആശുവിൻ്റെ കോളാണ്. അപ്പോൾ ആശു ഇങ്ങനെ മാധവും ലയയും വന്ന കാര്യങ്ങളും പിന്നെ അതുപോലെ ലയയുടെ കുഞ്ഞ് അബോർട്ടാക്കിയത് ഇഷിത കാരണമാണെന്ന്, അവൾക്കിനി കുഞ്ഞുണ്ടാകത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അങ്ങനെ ആശു കരയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷിത മനസ്സിൽ വിചാരിക്കും, ഫോൺ കട്ട് ചെയ്തിട്ട് ആശു പോവുകയാണ്. തൻ്റെ ചേച്ചിക്ക് ഇപ്പോഴെപ്പോഴും കരച്ചിലാണല്ലോ, ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ മഹേഷ് ഇങ്ങനെ സോഫയിലിരുന്ന് ആലോചിക്കുകയാണ്, എങ്ങനെ ഇഷിതയെ കൂടെ കൂട്ടാം, എന്ത് ട്രിക്ക് പ്രയോഗിക്കണം എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് ഇഷിത നൂറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. വന്നപ്പോൾ മഹേഷ് തലവേദനയായിട്ട് അഭിനയിക്കുകയാണ്. അപ്പം ഇഷിത ചോദിക്കുന്നത് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നത്, അത് ഭയങ്കര തലവേദന എന്ന് പറയുന്നത്. അങ്ങനെ ഇഷിത ബാം എടുക്കാൻ പോകുന്നു. ബാം എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുപോയിക്കുന്നു. അപ്പം മഹേഷ് ചോദിക്കുന്നത്, ഇതൊന്ന് പരട്ടി തന്നൂടെ എന്ന് ചോദിക്കുന്നു. അപ്പം പറയുന്നു അപ്പം മഹേഷ് പറഞ്ഞു, കടുത്ത തലവേദനയാണ്, എന്ത് ചെയ്യും എന്നുള്ളത്, അന്നാണ് ആംബുലൻസ് വിളിക്കാൻ. അപ്പം മഹേഷ് ചാടി എഴുന്നേക്കും. ഇഷിതയ്ക്ക് മനസ്സിലാവേണ്ടത് അവൻ്റെ അഭിനയമാണെന്നുള്ളത്. അപ്പോൾ മഹേഷ് മനസ്സിൽ വിചാരിക്കുന്ന അതിനെ ഒന്ന് മാറ്റി പിടിക്കാൻ അങ്ങനെ സുചിത്രയുടെയും വിനോദിൻ്റെ കല്യാണക്കാര്യം പറയുകയാണ്. അപ്പോഴും ഇഷിതയ്ക്ക് മനസ്സിലാവുന്നു ഇത് വീണ്ടും അടുത്ത ട്രിക്കാണെന്നുള്ള കാര്യം. അങ്ങനെ ഇഷിത അയാളോട് പറയുന്നു, അപ്പം നമ്മുടെ വിനോദിൻ്റെയും സുചിത്രയുടെയും കല്യാണം നടത്തിയാലോ എന്നുള്ള നിൻ്റെ അഭിപ്രായം പറയാൻ പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, എനിക്കൊരു അഭിപ്രായമില്ല, ഇനി അവരുടെ വിനോദിൻ്റെയും സുചിത്രയുടെയും കല്യാണം ആരും നടത്തിയില്ലെങ്കിലും അവരൊന്നിച്ച് ജീവിച്ചോളും, ഇനി അവർക്ക് ആരുടെയും തടസ്സമില്ലല്ലോ, മഹേഷിന് കേരള ചാപ്റ്റർ കിട്ടിയല്ലോ, അതായിരുന്നല്ലോ മഹേഷിൻ്റെ ആവശ്യം എന്നുള്ള രീതിയിൽ അങ്ങ് പറയുകയാണ്. അപ്പോഴും മഹേഷിന് മനസ്സിലാവുന്നത് ഇനി അടുത്ത നമ്പർ എന്ത് ഇറക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനസ്സിനിയുടെ വീടാണ്. നമ്മുടെ മാധവ് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മനസ്സിനെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ മോളെ മോളെ എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മുടെ ആശു ആണ് വരുന്നത്. എന്താ അമ്മ വിളിച്ചു, അയ്യോ മോളെ എന്ന് വിളിക്കാൻ പറ്റിയ സാധനം, ഞാൻ നിന്നെയല്ല വിളിച്ചതെന്ന് പറയും. അങ്ങനെ ലയ വരും. ലയക്ക് കുറിയൊക്കെ തൊട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ചരട് പൂജിച്ചു കൊടുത്തിട്ട് അത് കെട്ടാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ ലയ കൈ തട്ടി മാറ്റി, ഇതൊന്നും എൻ്റെ കയ്യിൽ കെട്ടണ്ട എന്ന് പറയും. വേണമെങ്കിൽ മാധവൻ്റെ കയ്യിൽ കെട്ടാൻ പറയും. മോളെ ഇങ്ങനെയൊന്നും പറയല്ലേ, ഇത് പൂജിച്ചു കൊണ്ടുവന്നേലേ എന്നുള്ളത് പറയും. എനിക്കൊരു ഒരു അമ്മയാകാനുള്ള യോഗമില്ല, ഡോക്ടർ പറഞ്ഞത് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം മാധവ് പറയുന്നു, അതൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ ലയ പറയാനും മാധവ് എൻ്റെ കൂടെ ഡോക്ടറുടെ അടുത്ത് വന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിന് പറയുന്നത്, അയ്യോ എൻ്റെ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനോ, അയ്യോ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല, ഏതോ ആൾക്ക് ജനിച്ച കുട്ടിയായിരിക്കും, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ ലയ പറയുന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് കുഞ്ഞിന് അമ്മയാകാനുള്ള ഭാഗ്യമില്ല, ഞാൻ എൻ്റെ തിന്നും കുടിച്ചിനി ജീവിക്കണം, എനിക്കിനി ജീവിക്കേണ്ട എന്നുള്ള രീതിയിൽ ലയ അങ്ങ് പറയുകയാണ്. അതുമല്ല അന്ന് എൻ്റെ കുഞ്ഞിനെ അവർ അബോർട്ട് ആക്കിയതാണെന്നുള്ള ഇഷിതയുടെ തലയിൽ തന്നെ ലയയും കൊണ്ടുവയ്ക്കുകയാണ്. ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഇവർ മനസ്സിന് ഇവരൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. എനിക്കൊന്ന് ഇഷിതയുടെ അടുത്താണോ എന്ന് അറിയില്ല. പിന്നീട് നമ്മുടെ ആകാശിനെ കാണിക്കുന്നുണ്ട്. വിനോദ് വീട്ടിലേക്ക് വന്നിട്ട് കല്യാണ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വപ്നവലി കല്യാണത്തിന് സമ്മതിക്കുന്നൊന്നുമില്ല. പിന്നീട് ഓക്കെ പറയുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് കല്യാണം ഇത് വെച്ചാലും എനിക്കൊന്ന് വിനോദിനെ കൊല്ലാനുള്ള പ്ലാനൊക്കെ നമ്മുടെ ആകാശിനും നമ്മുടെ കൈലാസിനൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും നെക്സ്റ്റ് എപ്പിസോഡിലുള്ളത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.